ഹലോ. സോ ഞാൻ പ്രിഞ്ചു. ഞാനെന്നാ അപ്പം നമ്മൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാണ് ഫോർ എമ്പുരാൻ ട്രെയിലർ. ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും ടൈം കിട്ടിയത് കാണാൻ. അപ്പം 2019 ഇറങ്ങിയ നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ സിനിമയുടെ 2ാം ഭാഗമാണ് എമ്പുരാൻ. ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഇതൊന്ന് കാണാൻ കരുതി. ഇന്നിപ്പോൾ ബുധനാണ്, നാളെ രാവിലെ നമ്മൾ ഫസ്റ്റ് 6:30 ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നേരത്തെ പോകുന്ന ഷോയ്ക്ക്. അപ്പം രാവിലെ 6:30 ഷോ ആണ്. സോ അപ്പം അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട്. അപ്പം എന്താണെങ്കിലും ഇപ്പം നമ്മൾ ട്രെയിലർ ഒന്ന് കാണുകയാണ്. സോ അതൊന്ന് പ്ലേ ചെയ്യാം. എന്റെ മക്കളല്ല എന്നെ പിന്തുടർച്ച. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. പി.കെ. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ പാർട്ടി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപടമതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മളുണ്ട്. ഇതിനകത്ത് പൊളിക്കും. ഉള്ള നോർത്ത് ഇന്ത്യ ആക്ടേഴ്സ് മൊത്തം അമീർഖാന്റെ കാര്യമാണ്. അമീർഖാന്റെ സിസ്റ്റർ ഉള്ള എല്ലാ നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യജീവനുകളിൽ ഒരു രക്തബന്ധത്തിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വേറെ ലെവലിലാണ് ആക്ഷനൊക്കെ കിട്ടുമായിരിക്കും. അതാരാന്ന് അറിയത്തില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ സഫയായിരിക്കും. സഫയാണോ എനിക്ക് തോന്നുന്നത്. അതെ, എന്താ തോന്നുന്നത്? ഇതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ആരെങ്കിലും ആയിരിക്കാം. നമുക്കറിയാം, നാളെ കാണുമ്പോൾ അറിയാം. ഉള്ള എല്ലാ രാജ്യത്തും പോയിട്ട് ഷൂട്ട് രാജ്യങ്ങളാണ്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിലിരിക്കുന്ന ഇരുട്ടിന്റെ മൂന്ന് ലാലേട്ടന്റെ വരവ്. അതെ, കഴിഞ്ഞ സിനിമയില് മറ്റേ ലൂസിഫറിനകത്ത് മോരാ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനി ഇതിലേക്ക് ഇല്ലെന്ന്, രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നൊക്കെ പറയണേ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് നമ്മളോട് അന്യായ ലുക്ക്. സ്റ്റീഫൻ പുള്ളിയുടെ കഥയിലുണ്ട്. ബോളിവുഡ് ആക്ടേഴ്സിനെ ആരടിക്ക് മലയാള സിനിമയ്ക്ക് വേറെ ലെവലായി. So Stephen, come back. Save your man. Save. Not so much. അന്യായ ലുക്ക് കേട്ടോ. അതെ, ആക്ഷൻ സീക്വൻസിന്റെ പോലെ ലെവലായിട്ട്. ആ നടപ്പുണ്ടോ പുളി. കട്ട വെയിറ്റിംഗ് ആണ്. Who are you really?
ലൂസിഫർ. മാസ്, ഭയങ്കര മാസ്. അപ്പൊ നമ്മളും 27th മാർച്ച് നാളെ പോയി പടം കട്ട വെയിറ്റിംഗ് കേട്ടോ. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ല. രോമാഞ്ചം വരുന്നു. അതെ അതെ. അപ്പൊ എന്താണേലും നമ്മള് ലാലേട്ടന്റെ ലുക്ക് ഭയങ്കരം തന്നെ. എല്ലാം കൂടെ കണ്ടിട്ട് എന്തോ ഒരു നമ്മള് ഹോളിവുഡ് സൈഡ് അതെ അതെ. ഇത്ര രാജ്യങ്ങളല്ലേ. മൈ ഗോഡ്. അടിപൊളിയായിരിക്കും. ഇത് വേറെ ലെവലായിരിക്കും കേട്ടോ. അതെ അതെ തീർച്ചയായിട്ടും. ആരും കണ്ടിട്ടില്ലാത്ത തരം ഒരു മൂവി ആയിരിക്കും ഇത്. എന്താണെങ്കിലും നാളെ നമ്മളിത് കണ്ടിട്ട് ബാക്കി റിവ്യൂസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഭയങ്കര കട്ട വെയിറ്റിംഗ് കേട്ടോ. അതുകൊണ്ട് രാവിലെ 6 ഷോയ്ക്കാൻ പോകുന്നു. രാവിലെ ബുക്ക് ചെയ്ത കാരണം ഒരിക്കലും മിസ്സാക്കാൻ പറ്റുന്നില്ല ഇത്. അതുകൊണ്ട് ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഇന്ന് മോഹൻലാലേക്ക് വരുന്നുണ്ടല്ലേ? ബാംഗ്ലൂർ വരുന്നുണ്ട്. മോഹൻലാലും മഞ്ജു വാര്യറും പിന്നെ പൃഥ്വിരാജും എല്ലാവരും വരുന്നുണ്ട്. ഇന്ദ്രജിത്തും എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ നമ്മള് പോകുന്നില്ല, ഭയങ്കര തിരക്കായിരിക്കും. എന്താണെങ്കിലും മൂവി കണ്ടിട്ട് ബാക്കിയുള്ള റിവ്യൂസ് നമ്മൾ പറയുന്നതായിരിക്കും. സോ ബൈ.